നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഏവർക്കും ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് ഗ്രൂപ്പിൻ്റെ വിഷുദിന ആശംസകൾ. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏതായാലും മാർക്കറ്റ് ഒരു ബ്ലഡ് ബാത്തിലാണുള്ളത്. US-ൻ്റെ പണപ്പെരുപ്പം സംബന്ധിച്ച കണക്കുകൾ ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. അത് വെള്ളിയാഴ്ച അതിൻ്റെ പ്രതിധ്വനിയാണ് കണ്ടത്. US-ലെ പണപ്പെരുപ്പം സംബന്ധിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉപഭോക്തൃ വിലയിൽ 3.5% വർധന ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം ഫെഡറൽ റിസർവ് ജൂണിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയില്ല എന്നാണ് അനുമാനം. ജൂണിലും US കേന്ദ്ര ബാങ്ക് തൽസ്ഥിതി തുടരാനാണ് സാധ്യത. കുറച്ചു കാലത്തേക്ക് കൂടി US-ലെ പലിശ നിരക്കുകൾ ഉയർന്നു തന്നെയായിരിക്കും. ഇതിനു പുറമെ ഈ വർഷം 2 തവണ മാത്രമേ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കൂ എന്ന റിപ്പോർട്ടുകളും വിവിധ രാജ്യങ്ങളിലെ ഷെയർ മാർക്കറ്റുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിയിരിക്കുകയാണ്. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ഇസ്രായേൽ ആക്രമിച്ചതിന് 2 ദിവസത്തിനുള്ളിൽ ഇറാൻ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണലിസ്റ്റിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേലിൽ എവിടെയും ഏതു സമയവും ആക്രമണം നടക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 6 മാസമായി തുടരുന്ന ഏറ്റുമുട്ടൽ ഇസ്രായേലും സായുധ സംഘടനയായ ഹമാസും തമ്മിലാണ്. അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല. എന്നാൽ ഇറാനും ഇസ്രായേലും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ആളിപ്പടരാനും 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറത്തേക്ക് പോകാനും സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകരെല്ലാം തന്നെ ഷെയർ മാർക്കറ്റുകളിൽ നിന്ന് തൽക്കാലം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഒരു ഫാളിലേക്ക് തന്നെയാണ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും യുദ്ധഭീഷണി മുൻകൂട്ടി കണ്ടുകൊണ്ട് മാർക്കറ്റിനെ വളരെ ഗൗരവത്തോടെ തന്നെ സമീപിക്കേണ്ടതുണ്ട്. നാളത്തെ നിഫ്റ്റിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 22,400 ആയിരിക്കും. അതിനും താഴെ വരികയാണെങ്കിൽ 22,250. അതിനും താഴെ അഥവാ ഫാളാവുകയാണെങ്കിൽ 21,910 എത്തി നിൽക്കുക. അതേസമയം റെസിസ്റ്റൻസ് മേലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ പോവുകയാണെങ്കിൽ 22,620 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്, 22,700 സെക്കൻഡും 22,768 തേർഡ് റെസിസ്റ്റൻസുമായിരിക്കും. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾറെഡി ഇലക്ഷൻ സംബന്ധിച്ചുകൊണ്ട് മാർക്കറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. ഇപ്പോൾ യുദ്ധഭീഷണി കൂടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മാർക്കറ്റുകളെല്ലാം താഴത്തേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ച് കണ്ണുമൂടി ട്രേഡുകൾ താഴേക്ക് എടുക്കാനും നിൽക്കരുത്. വളരെയധികം ടെക്നിക്കൽ അനാലൈസ് ചെയ്തുകൊണ്ട് വേണം മാർക്കറ്റിനെ സമീപിക്കാൻ. ബാങ്ക് നിഫ്റ്റിയിൽ 48,425 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്, 48,260 സെക്കൻഡും അതിനും താഴെ വരികയാണെങ്കിൽ 48,160 തേർഡ് സപ്പോർട്ടുമായിരിക്കും. ഇനി അഥവാ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റാണല്ലോ, പറയാൻ പറ്റില്ല, 48,740 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്, 49,060 സെക്കൻഡും ആക്ട് ചെയ്യും. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് SBI ലൈഫാണ്. SBI ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽ എൻട്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1489 ഒരു സെൽ എൻട്രി പോസിബിളാണ്. 1498 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1480, 1472 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും താഴെ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽ എൻട്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1546 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1556 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1535 ഫസ്റ്റ് ടാർഗറ്റും 1527 സെക്കൻഡ് ടാർഗറ്റും വെക്കാം. അതിനും താഴെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞങ്ങൾ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കാണുന്നതുമെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.